നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഞാനിപ്പോൾ ന്യൂയോർക്കിലാണ് ഉള്ളത്. ഞാനിപ്പോൾ 88 കൺട്രീസ് പോയിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് തരാണ്. ഞാൻ കുറേ നാളായ വീഡിയോ ഒന്നും ചെയ്യാതെ വ്ളോഗൊന്നും ചെയ്യാതെ ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയില്ല ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ എത്ര കൺട്രി ആയിരുന്നെന്ന് ഓർമ്മയില്ല. മിക്കവാറും ഓർക്കുള്ളത്തോളമായി. ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. കുറച്ച് ചമ്മലുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ടൈമായില്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ചെറിയൊരു ചമ്മലുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂയോർക്കിൻ്റെ ആളുകളൊക്കെ ഓടുന്നുണ്ട് തെരുവുകളിലൊക്കെ. ഓട്ടമിൻ്റെ ഒരു പ്രതീതിയുണ്ട്. നിങ്ങൾ കാണാം, ഇലകളൊക്കെ മഞ്ഞിച്ച് കൊയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ശീതകാലം തുടങ്ങുവാണ്, ഇനിയിപ്പോൾ തുടങ്ങാറായി. തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കോട്ടും പിന്നെ തൊപ്പിയൊക്കെ ഇട്ട് വെച്ചത്. വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാർ പതുക്കെ എണിക്കുള്ളൂ. എൻ്റെ ഹോസ്റ്റ് എണിച്ചിട്ടില്ല, അവരില്ലെങ്കിലും മെല്ലെ എണിക്കുള്ളൂ. നല്ല മനോഹരമായ ഒരു ഫ്ലാറ്റാണ് ഞാൻ താമസിക്കുന്നത്. ഒരു ആർട്ട് ഗാലറി തന്നെ പറയാം. അതുപോലെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പോകുന്നത് നമ്മളെ ഗ്രൗണ്ട് സീറോയിലേക്കാണ്. നമ്മളെ 9/11 ബിൽഡിംഗ് ഉണ്ടായ അക്കൂറ്റം ബിൽഡിംഗ് ഉണ്ടായ ട്വിൻ ടവർ എന്ന് വിശേഷിക്കുന്ന ഗ്രൗണ്ട് സീറോയിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചയിലേക്ക്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലോ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം സുസ്വാഗതം. നമുക്ക് കാണാമല്ലോ ഒന്നിച്ച്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂയോർക്കിൻ്റെ ഒരു ഐക്കോണാണ്. ഇപ്പോഴത്തെ അല്ല, ഇത് 100 കൊല്ലം മുമ്പ് ഇങ്ങനെ തന്നെ ഓരോ സ്ഥലത്ത് പോകാല്ല, സ്ട്രീമാണ് പോകുന്നത്. കാണാം, ന്യൂയോർക്കിൻ്റെ പലയിടത്തും നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇതാണ് ന്യൂയോർക്കിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെ. ഇതിപ്പോൾ ന്യൂയോർക്കിലേക്ക് ഞാൻ വരുന്നത് 4ാമത്തെ പ്രാവശ്യമാണ്. അമേരിക്കയിലേക്ക് ആൾമോസ്റ്റ് ഒരു 7 പ്രാവശ്യം, ഇത് 7ാമത്തെ പ്രാവശ്യമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ബിൽഡിങ്, ഞാൻ താമസിച്ച ബിൽഡിങ്. ആൾക്കാരൊക്കെ രാവിലെ ക്ലീൻ ആക്കിക്കൊണ്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് ഇവിടെ ക്ലീൻ ആക്കുന്നത്. നമ്മളെപ്പോലത്തെ ചൂലൊന്നുമില്ല. ഒരു വാക്യൂം എടുത്തിട്ട്, വാക്യൂമല്ല ബ്ലോർ എടുത്തിട്ട് ക്ലീൻ ആക്കിക്കൊണ്ട് പോകും ഇലകളൊക്കെ. ഇങ്ങനെയാണ് സാധാരണ ന്യൂയോർക്കിലല്ല വെസ്റ്റേൺ വേൾഡിലെല്ലാവരും ഇലകളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇലകളൊക്കെ കൊയ്യാണല്ലോ. ഈ മരത്തിലെ ഇലകളൊന്നും ഇല്ല, പോയി. ശീതകാലം ഓൾമോസ്റ്റ് തുടങ്ങി. അതാണ് തണുപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് ഞാൻ വന്നപ്പോൾ അത്ര തണുപ്പുണ്ടായില്ല, ഒരു 20 ഡിഗ്രി ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഒരു 12 ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ 2ാമത്തെ അവനിലെത്തി കാണാം. ചിലർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. വീക്കെൻഡല്ല, അപ്പോൾ ആലസ്യമായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. ഇപ്പോൾ 2ാമത്തെ അവന്യൂലാണ് ഞാൻ താമസിക്കുന്നത്. 1ാമത്തെ അവന്യൂ 20th സ്ട്രീറ്റിലാണ്. ഞാനിപ്പോൾ 1ാമത്തെ സ്ട്രീറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. സോ ഗ്രൗണ്ട് സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരിങ്ങനെ തിങ്ങി നിറയുന്നു. നല്ല മനോഹരമായ സ്ട്രീറ്റ്. ന്യൂയോർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുട് പാത്ത് ഭയങ്കര വലുതാണ്. വാഹനങ്ങൾ പോകുന്ന അത്രയ്ക്ക് വീതിയായിരിക്കും. അത് ഏറ്റവും പ്രത്യേകതയാണ് ന്യൂയോർക്കിൻ്റെ. മിക്കവാറും എല്ലാ സ്ട്രീറ്റും ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് പോകാനും സൈക്കിൾ ഓടിക്കാനും വേറെ ലെയിനുണ്ട്, വണ്ടി ഓടിക്കാനും 2 ലെയിനുള്ളൂ. എല്ലാ സ്ട്രീറ്റുകളും ഒന്നുമാണ് ഇവിടെ സെപ്പറേറ്റായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ലെയിൻ ഇതാക്കില്ല. നമ്മളെ നാട്ടിലൊക്കെ ഫുട് പാത്ത് നടക്കാനെന്ന സ്ഥലം ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ നടക്കാനും പ്രാമുഖ്യമൊക്കെ കൊടുക്കണം. ഞാനിപ്പോൾ 7ാമത്തെ സ്ട്രീറ്റിലാണ്. ഞാൻ താമസിച്ചിരുന്നത് 1ാമത്തെ അവന്യൂ 20ാമത്തെ സ്ട്രീറ്റിലാണ്. ഇപ്പം ഞാനുള്ളത് 2ാമത്തെ അവന്യൂ 7ാമത്തെ സ്ട്രീറ്റിലാണ്. നിങ്ങൾക്ക് ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞാൽ അഡ്രസ്സ് കിട്ടിയാലും മതി, ഗൂഗിൾ മാപ്സ് ഒന്നും ആവശ്യം വരില്ല. കാരണം വെച്ചാൽ സ്ട്രീറ്റും പിന്നെ നമ്പേഴ്സൊക്കെയാണ് സ്ട്രീറ്റിൻ്റെ അവന്യൂ ഇതൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിരിക്കും. 2.5 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഉണ്ട്. 3.5 കിലോമീറ്റർ ഞാൻ നടക്കുവാണ്. നടക്കുന്നതിൽ ഒരു സുഖം വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ സബ്വേ ഉണ്ട്. സബ്വേ ആണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ന്യൂയോർക്കിൽ. സബ്വേക്ക് ഡെയിലി പാസ് എടുക്കാം, ഇല്ലെങ്കിൽ 2 മണിക്കൂറിന് ഒരു ടിക്കറ്റ് കിട്ടും. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മണിക്കൂർ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഏത് സബ്വേ ഇല്ലെങ്കിൽ ഏത് ബസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിന് നിങ്ങൾക്ക് വരുന്നത് ചിലവ് $3.50 അങ്ങ് സർവീസൊക്കെ ഉണ്ട്. ഹെലികോപ്റ്റർ സർവീസും നിങ്ങൾക്ക് ന്യൂയോർക്കിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. ഇന്നലെ ഞാൻ ചോദിച്ചായിരുന്നു, $350 പറയുന്നത്. അവർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ
അങ്ങനെ ഞാനിപ്പോൾ ബ്രോഡ്വേയിൽ എത്തിയിരിക്കുകയാണ്. വളരെ ഭംഗിയുള്ള ഒരു സ്ട്രീറ്റാണ് ബ്രോഡ്വേ. ഇവിടെ കാണാം നോർത്ത് വേസ്, അവിടെ ഹാർലി ഡേവിഡ്സൺ ഉണ്ട്. അങ്ങനെ ഒത്തിരി നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഷോറൂംസുകൾ കാണാൻ പറ്റും. ലോകത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും വില കൂടിയ ഷോറൂംസ് ആയിരിക്കും ഇതൊക്കെ. നോർത്ത് വേസിൻ്റെ ജാക്കറ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് നോർത്ത് വേസിൻ്റെ തന്നെയാണ്. വീട്ടിൽ വേറൊരു ജാക്കറ്റ് ഉണ്ടായിരുന്നു, പുതിയ മേടിച്ചതാണ്. ഞാനിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് വന്ന ഈ ഒരു ട്രക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പുഡിംഗ് പോപ്പ് എക്സ്ക്ലൂസീവ് പ്രൊമോ ട്രക്ക് വന്നത്. സോ ഇത് ഫുഡ് ട്രക്കൊന്നുമല്ല, എന്തോ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൻ്റെ ഒരു ക്യൂ കണ്ടോ നിങ്ങൾ? എത്ര വലിയ ക്യൂ ആണ്. ഓരോ 200-300 മീറ്റർ ക്യൂ ഉണ്ട് ഇതിന് മേടിക്കാൻ വേണ്ടിയിട്ട്. പ്രൊമോ കോഡ് അങ്ങനെ എന്തോ സാധനമാണ്, എനിക്കറിയില്ല. ഏതോ ഒരു ബ്രാൻഡ്. കാണേണ്ടത് അറിയില്ല ക്യാമറയിൽ. ഓരോ പ്രൊമോഷൻ വെച്ചിട്ട് വരുന്ന ഇതാണ്. ഇവിടെ ഉണ്ട് ക്യൂ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു കോഫി തോന്നി. ഇങ്ങനെ നിങ്ങൾക്കും ഇവിടെ ഒരു ട്രക്കോ എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടം പോലെ വരും. ഓരോ രസമില്ല. അവിടുത്തെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇത്രയൊക്കെ ആൾക്കാരാണ്. ഞാൻ നോക്കുന്നത് നമ്മുടെ നാട്ടിൽ ഫിൽറ്റർ കോഫിയൊക്കെ ഇവിടെ ഒന്ന് വിൽക്കാമല്ലോ എന്നൊരു ഡൗട്ട്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. എന്ത് വലിയ ക്യൂ ആണ്. എങ്ങനെയാണ് നിങ്ങൾ ഒരു അടിപൊളി എന്തെങ്കിലും ഫുഡ് ട്രക്കോ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലും വെറും ന്യൂയോർക്കിൽ മാത്രമല്ല, അമേരിക്കയിൽ എവിടെ ആണെങ്കിലും വലിയ സിറ്റിയിൽ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് അടിപൊളി ആൾക്കാർ ഇതാ ക്യൂ നിന്ന് ആൾക്കാർ മേടിക്കും. പൈസ ഒന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ. ഞാനിപ്പോൾ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് എത്തിയിരിക്കുകയാണ്. ഇത് ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് ബോർഡർ തന്നെ നടന്ന് ഇവിടെ എത്തി. ഇവിടുന്ന് ജസ്റ്റ് കുറച്ചേ ഉള്ളൂ ഗ്രൗണ്ട് സീറോയിലേക്ക്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് എന്താണ് ക്യൂബ്, റെഡ് ക്യൂബ്. സോ ഈ സ്ഥലത്തിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഫുഡ് ട്രക്സ് കാണാം. ഇന്ത്യൻ ഉണ്ട്, ഇന്ത്യൻ കിങ് ബിരിയാണി ഹൗസ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ടർക്കിഷ് ഉണ്ട്, പിന്നെ മെക്സിക്കൻ ഉണ്ട്. അങ്ങനത്തെ കുറേ നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് കാണാം. നിങ്ങൾക്ക് വില കൂടുതലൊന്നുമില്ല, ഒരു $10 ഉള്ളൂ. $10 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയർ നിറച്ചനെ കഴിക്കാം. 2 ഇന്ത്യൻ ഉണ്ട്, പിന്നെ മെക്സിക്കൻ ഉണ്ട്, പിന്നെ അറബിക് ഉണ്ട്. നിങ്ങൾക്ക് ഫുഡ് മേടിച്ചിട്ട് അവിടെ പോയിട്ട് ഇരിക്കുക. ഇവിടങ്ങൾ അവിടെ ഉണ്ട്. ഇത് നല്ലൊരു സ്ഥലമാണ്. ഫുഡ് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ $10 ഉള്ളൂ. 9-10 അങ്ങനെ ആയിരിക്കും. അടിപൊളി സ്ഥലമല്ലേ, അടിപൊളി സ്ഥലമല്ലേ. ഇപ്പോൾ ബ്രോഡ്വേ ഇപ്പം നമ്മളിപ്പോൾ പോവാണ് എങ്ങോട്ടാണ്? ഗ്രൗണ്ട് സീറോയിലേക്ക്. സോ ഇവിടുന്ന് നേരെ നമുക്ക് ഗ്രൗണ്ട് സീറോയിലേക്ക് പോവാം. വണ്ടികളൊക്കെ നിന്നിട്ടുണ്ട്. ഇത് കണ്ടോ, എത്ര മനോഹരമായിട്ട് മരങ്ങൾക്കൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടോ എത്ര ഭംഗിയുണ്ടല്ലോ. ഇവിടെയും കുറേ ഫുഡ് ട്രക്സ് ഉണ്ട്. നിങ്ങൾക്ക് ജ്യൂസ് ഉണ്ട്, ടീ, ചായ, ഇത് അതൊക്കെ ആയിട്ട്. ഇത് കണ്ടോ എത്ര മനോഹരമായിട്ടുണ്ട്. ഇത് കാണുന്നത് ഭംഗിയില്ല, ഇത് കാഴ്ച കാണുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് സീറോയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് കാണാം വേൾഡ് ട്രേഡ് സെൻറ്റർ, പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാം. അവിടെ കാണുന്നത് നിങ്ങൾക്ക് സബ്വേ. നല്ല എന്താണ് ഒരു ആർക്കിടെക്ചർ ഇതായിട്ട് ഭംഗിയായിട്ട് കെട്ടിപ്പടുത്ത ഒരു സബ്വേ അവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗ്രൗണ്ട് സീറോ കാണാം. അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെയാണ് ട്വിൻ ടവർ സ്ഥിതി ചെയ്തത്, നോർത്ത് പിന്നെ സൗത്ത് ടവർ. 1999 നിങ്ങൾക്കറിയാം, 2001 നിങ്ങൾക്കറിയാം എന്ത് സംഭവിച്ചു പറഞ്ഞിട്ട് 3-4 വിമാനങ്ങൾ വന്നു. 2 കൂറ്റൻ ട്വിൻ ടവറിനെ നിലം പരീക്ഷാക്കി ഇടിച്ച് കയറിയിട്ട്. സോ അതിനെ ഇവർ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു ഇതാക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഭീകരവാദത്തെ പ്രോത്സാഹിക്കില്ല. കണ്ടോ, ഇതാണ് സുഹൃത്തുക്കളെ ഗ്രൗണ്ട് സീറോ. അത്ര വലിയ ഫൗണ്ടൈനാണ് ആക്കി വെച്ചത്. ഇവിടെ എല്ലാവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മലയാളീസ് ഉണ്ടോയെന്ന് നോക്കാം. ഇന്ത്യക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇന്ത്യക്കാരുടെ പേര് കണ്ടായിരുന്നു, പക്ഷേ മലയാളീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം.
കുറച്ച് തിരയേണ്ടി വരും. രണ്ട് ഇതുണ്ട്, ഒന്നിവിടെ ഉണ്ട്, ഒന്ന് അപ്പുറത്തുണ്ട്. ഇതാണ് ഇത് വേൾഡ് ട്രേഡ് സെൻറ്റർ, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എൻജോയ് ചെയ്യും സുഹൃത്തുക്കളെ. സെപ്റ്റംബർ 11 ആ ഭൂമിയെ നടക്കിയ, ലോകത്തെ നടക്കിയ സംഭവം അരങ്ങേറിയ ഒരു സ്ഥലത്താണുള്ളത്. 3000-ഓളം ആൾക്കാർ മരിച്ചു. എത്ര പറഞ്ഞിട്ട് കൃത്യമായിട്ട് കിട്ടും എന്നും ആർക്കുമില്ല. കാരണം വെച്ചാൽ അത് അന്ന് ഇവിടെ വലിയൊരു കൂമ്പാരമായിരുന്നു, 2 ടവറിൻ്റെ ഒരു കൂമ്പാരമായിരുന്നു. അതിനെപ്പറ്റി എത്ര കൃത്യമായിട്ട് മരണപ്പെട്ട് പറഞ്ഞിട്ട് ഇതില്ല. എന്നാലും എല്ലാവരുടെയും അവർ സ്ഥിരീകരിച്ച എല്ലാവരുടെ പേരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, എല്ലാവരുടെ പേരുണ്ട് ഇതിൽ. ഭയങ്കര ലോകത്തെ നടുക്കിയ വലിയൊരു സംഭവമാണ്. നിങ്ങൾക്കിവിടെ വരുമ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാം, ആ വേദനകൾ. ആ അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായി പറഞ്ഞിട്ട് 23 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ്, ആ ഒരു വീഡിയോ, ആ ഒരു ഇത് നിങ്ങൾ മുമ്പിൽ വരും. 3 വിമാനങ്ങളാണ് ഈ 2 ടവർ ഇതാക്കിയത്. സോ അതിൻ്റെ കൃത്യമായ എല്ലാ ഡീറ്റെയിൽസും ആണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ അതിൻ്റെ സീരീസ് ഉണ്ട്, അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് അരങ്ങേറിയത് പറഞ്ഞിട്ട് സംഭവങ്ങൾ എങ്ങനെയാണ് അരങ്ങേറിയത് കൃത്യമായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇന്ത്യക്കാരുടെ പേര് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തിൽ എനിക്കറിയില്ല വിമാനത്തിൽ എത്ര ആളുണ്ടായി. 23ഓളം ന്യൂയോർക്ക് NYPD പോലീസ് ആൾക്കാർ നടത്തിയിരുന്നു. പിന്നെ കുറേ ഫയർ ഫൈറ്റേഴ്സ് ആൾക്കാർ മരിച്ച ഈ സംഭവത്തിൽ. സോ ലോകം നടത്തിയൊരു ദിനമായിട്ടാണ് ഇപ്പോഴും ലോകം ആദ്യം തീർക്കുന്നതിൽ. പക്ഷേ ന്യൂയോർക്ക് ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാരെ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ആലോചിക്കുകയാണ്. ആൾക്കാരെ പൂവെത്തുന്ന കണ്ടിട്ടുണ്ടാവില്ല, അവരുടെ പേര് മാത്രമേ അവർക്കറിയാവുന്നുണ്ടാവുള്ളൂ. നമുക്കിവിടെ ആൾക്കാരെല്ലാം മരിക്കുകയാണ്. ഇവിടെ എപ്പോഴും ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഗ്രൂപ്പുകളൊക്കെ നടക്കുന്നു. ഇതൊരു ടവറാണ്, നോർത്ത് ടവർ. സൗത്ത് ടവറിന് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്.
ഇവിടെ നിന്ന് ഞാൻ കാഴ്ച കാണിക്കാം. ഇവിടെ കണ്ടോ കുറച്ച് ഭംഗിയുണ്ടോ? ഇതാണ് സ്റ്റാച്യൂസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അടുത്ത വീഡിയോ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഓർക്കുള്ള ശേഷം ഞാൻ തുടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ കൂടുതൽ വീഡിയോ ബ്ലോഗും ചെയ്യും. കൂടുതൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വരെ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ.